നമസ്കാരം. നമസ്കാരം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുന്നു അതെ അല്ലേ? അതെ 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 വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ്. അബ്സല്യൂട്ട്ലി ഐ വാണ്ടഡ് ടു ഗിവ് യു എ സർപ്രൈസ്. ബിക്കോസ് ഇപ്പൊ ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ആൾക്കാർ ഒരുപാട് വ്യഗ്രത കാട്ടുന്നുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോ വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, വണ്ണം കൂട്ടാനും വണ്ണം കേടാക്കാനും, എന്ന് വെച്ചാൽ തടി കുറയ്ക്കാനും കൂട്ടാനും തടി കേടാവാനും കഴിയുന്ന ഒരു അവയവം നമ്മുടെ വായിൽ തന്നെ വായിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ ഈ അവയവം മറ്റൊന്നുമല്ല, നമ്മുടെ നാവ് തന്നെ. അതെ. അപ്പൊ നാവ് എങ്ങനെ നമ്മുടെ വായ ആരോഗ്യത്തിന്, ഓറൽ ഹെൽത്തിന് പ്രധാനപ്പെട്ടതാവുന്നു, എന്താണ് അതിന്റെ പ്രസക്തി? അപ്പൊ ഈ നാവ് പലപ്പോഴും നമ്മുടെ അറിവിൽ മീൻസ് അതിനേക്കാളും അല്ലേ അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു നമ്മൾ കാണാറുണ്ട് പൊതുവെ. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയും. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ സാധാരണഗതിയിൽ ഒരു ഉപമ ഉപയോഗിക്കാറുണ്ട് പ്രാക്ടീസിൽ. അതായത് ആൾക്കാർക്ക് ഇത് മനസ്സിലാവാനായിട്ട് വായും പല്ലും നാവും ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഞാൻ പറയാറുള്ളത്, വായ നമ്മളൊരു ഓഫീസായിട്ട് കമ്പയർ ചെയ്യുക. ഓഫീസിൽ 32 ആൾക്കാർ ജോലി ചെയ്യുന്നു. മുകളിലത്തെ നിലയിൽ 16 പേര്, താഴത്തെ നിലയിൽ 16 പേര്. മുമ്പിലുള്ളവർ റിസപ്ഷൻ കമ്മിറ്റി, ബാക്കിലുള്ളവർ ബാക്ക് ഓഫീസ് വർക്കേഴ്സ്. നാവാണ് PRO, പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ. ഇൻട്രസ്റ്റിംഗ്. പിന്നെ 2 ജോയിൻസ് ഉണ്ട്, ഇവരാണ് മാനേജേഴ്സ്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ തീരുമാനിക്കുന്ന ഈ 2 മാനേജർമാരാണ്. ഇവരെല്ലാവരും തമ്മിൽ ഒത്തൊരുമയോടുകൂടെ പണിയെടുത്താൽ മാത്രമേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ആ വായ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ജോലികളും എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഇതിൽ ഇപ്പോൾ നാവിൻ്റെ കാര്യം പറയുമ്പോൾ, നാവിന് PRO എന്നുള്ള നിലയിലുള്ള ഒരു വളരെ വലിയൊരു ഉദ്യോഗമാണ്. PRO എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ്, അവിടുത്തെ എല്ലാവരും തമ്മിലുള്ള ജോലികൾ ലഘൂകരിച്ച് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് എല്ലാം ഒന്ന് അയൺ ഔട്ട് ചെയ്ത് ശരിയാക്കി എടുക്കുക. പിന്നെ പൊതുജന സമ്പർക്കവും ഉണ്ടാവും. അതെ, ഈ പൊതുജന സമ്പർക്കം ശരിയല്ലെങ്കിലാണ് തടി കേടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ? വായലനാവ് ശരിയല്ലാതെ. അതെ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തടി കൂട്ടാനും കുറയ്ക്കാനും തടി കേടാക്കാനും ഈ സാധനത്തിനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ വായയുടെ ആരോഗ്യസ്ഥിതിയെ പരിപാലിക്കുന്നു, എങ്ങനെ അതിനെ നിലനിർത്തുന്നു? നമ്മുടെ ഉറക്കത്തിലും അത് വായയിലെ ആരോഗ്യത്തിന് വളരെ പ്രധാനം. എങ്ങനെയാണ് അതൊന്ന് പറയാമോ? വളരെ പ്രധാനമാണ്. അതായത് നാവ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഭക്ഷണം ചവച്ചരച്ച് അകത്തേക്ക് ഇറക്കാനായിട്ട് ഡിഗ്ലൂട്ടിഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതായത് ചവച്ച് മുൻഭാഗത്തുള്ള പല്ലിൽ നിന്ന് സ്ലൈസ് ചെയ്ത് ആ നാവ് മൂലം നമ്മൾ ബാക്കിലെ പല്ലിലേക്ക് വന്ന് ഇത് ഗ്രൈൻഡ് ചെയ്ത് അവസാനം ഇതൊരു ബോളസ് ആയിട്ട് നാവ് തന്നെയാണ് ഇത് പുഷ് ചെയ്ത് അകത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ അത് ഭക്ഷണം സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോള്. നാവിൻ്റെ മുകളിൽ നമുക്ക് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ടേസ്റ്റ് ബഡ്സ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ടേസ്റ്റ് സംബന്ധിച്ച് പല പല കാര്യങ്ങൾ. പക്ഷെ ഒന്ന് ഓർക്കണം, പലപ്പോഴും നമ്മൾ ഈ 1 മുഴം നീളം ഉള്ള നാവ് എന്നാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പറയുക. ഈ 1 മുഴം നീളമുള്ള നാവിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും അപകടകരമാവും. അത് എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ 1 മുഴം കഴിഞ്ഞ് ഭക്ഷണം അകത്തേക്ക് പോകുമ്പോൾ ഇത് വിഷമായി മാറാം. ഈ നാവിന് ഭയങ്കര ടേസ്റ്റി എന്ന് തോന്നുന്നത് ശരീരത്തിന് നല്ലതാവണമെന്നില്ല. പലപ്പോഴും 90% സിറ്റുവേഷനിലും നല്ലതല്ല. അതാണ് വാസ്തവം. പിന്നെ ഈ നാവ് നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പകാലത്ത് ഒബീസ് അല്ലാതിരിക്കുന്ന സമയത്തൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. ഒബീസിറ്റി വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഫാറ്റ് അടിഞ്ഞു കൂടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ മലർന്നു കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നാവ് കുറച്ച് വീതി കൂടുതലായിട്ട് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിയിട്ട് ഇത് ബാക്കിലേക്ക് തള്ളി അപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താം. അപ്നിയ എന്ന് പറയുമ്പോൾ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് നടക്കാതെ വരുന്ന ഒരു അവസ്ഥ, അതിന് തടസ്സം നേരിടും. അതെ അതെ, അങ്ങനെ വരാം. നാവ് മാത്രമല്ല, പലപ്പോഴും സോഫ്റ്റ് പാലറ്റും എല്ലാം ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഈ നാവ് അത് ഫോൾ ബാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് പലപ്പോഴും ഇറ്റ് വിൽ കോസ് ഇറഗുലാരിറ്റി ഇൻ ദ ബ്രീതിങ് പാറ്റേൺ, ആൻഡ് ദാറ്റ് ഇൻ ടേൺ വിൽ കോസ്
കാർഡിയാക് പ്രോബ്ലംസ് ആൻഡ് ഹോസ്റ്റ് ഓഫ് അതർ ഇഷ്യൂസ്. ഈ കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ സ്നോറിങ്, അതെ, സ്ലീപ്പ് അപ്നിയ. അതെ. അപ്പോൾ സ്നോറിംഗ് ഉള്ള, അതായത് കൂർക്കമ്പലി ഉള്ള എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടെ പലപ്പോഴും കഴുത്തിന്റെ നീളം അവിടെ ഒരു ഘടകം. അതെ അതെ അതെ, കഴുത്തിന്റെ നീളം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള സാധ്യത വളരെ കൂടുതൽ. അവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ, നാവ് പുറകോട്ട് വീഴുകയും അതിനാൽ പ്രത്യേകിച്ച് ഉറക്കത്തില് മസിൽസ് റിലാക്സ് ചെയ്യുന്ന അവസ്ഥ. അതെ അതെ, പാലറ്റൽ മസിൽസ് എന്ന് പറയും. അപ്പൊ പാലറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സംശയം, ഈ പാലറ്റ് എന്ന് പറഞ്ഞ റൂഫ് ഓഫ് ദ മൗത്ത് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും പുറകിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം കാലത്ത് നമ്മുടെ ചെറിയ നാവായിട്ടാണ് നാവായിട്ട് അതിനെന്തെങ്കിലും ഇല്ല, നമ്മുടെ മെയിൻ നാവായിട്ട് അങ്ങനെ ബന്ധമില്ല. അവിടെ നമുക്ക് വോൾഡേഴ്സ് റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റിംഗ് ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ എന്താ പറയുക, ഇമ്മ്യൂൺ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അത് ഹൈപ്പർ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വേറെ അനവധി പ്രശ്നങ്ങൾ വരാം. അത് വേറൊരു വിഷയമാണ്. അതെ അതെ. അപ്പൊ നാവിൽ വെള്ളമൂറുന്നു എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിലുണ്ട് അല്ലെ? നാവിൽ വെള്ളമൂറുവോ? അതെ. നാവില് അതിന് ഈ ഗ്രന്ഥികൾ വല്ലതും ഉണ്ടോ? നാവിലല്ല വെള്ളം, എല്ലാ ഗ്രന്ഥികളുള്ള. ശരിക്ക് നമുക്ക് ഉമിനീര് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം, രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം നമ്മൾ മേശപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അത് കണ്ട് ഇമ്മീഡിയറ്റ്ലി ബ്രെയിനിലേക്ക് സിഗ്നൽ അയച്ച് ബ്രെയിൻ പറയണം ഓക്കെ ഭക്ഷണം റെഡിയാണ് എന്ന് ഒരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ അടുത്ത പ്രക്രിയ എന്താണ്? സലൈവറി സെക്രീഷൻ. എന്തിനു വേണ്ടിയിട്ട്? ചവയ്ക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ടും ചവയ്ക്കാനായിട്ടും. പക്ഷെ പലപ്പോഴും ഈ ഉമിനീര് മുഴുവൻ വന്ന് വായിൽ കൂടുമ്പോൾ നമുക്ക് നാവിന്റെ മുകളിൽ അതൊരു കോട്ടിംഗ് ആയി വരുന്നു. അതുകൊണ്ട് നാവ് ഊറുന്ന, നാവിന് വെള്ളമൂറുന്നു എന്ന് പറയുന്ന ആ ഒരു. അപ്പൊ ഡോക്ടർ, ഇപ്പോ നാവില് ഒരു കോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. പലർക്കും ഒരു ആശങ്കയുണ്ട് നാവിൽ കാണുന്ന പലതരത്തിലുള്ള കോട്ടിങ്സിനെ കുറിച്ച്. അപ്പൊ പൊതുവെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നാവിൽ ഒരു വെളുത്ത പ്രതലം പോലെ നമുക്ക് കാണാം. പണ്ട് ടങ് ക്ലീനർ ഉപയോഗിച്ച് ചരണ്ടി കളയുമായിരുന്നു. അതിന് എന്തെങ്കിലും അപകടം ഉണ്ടോ? അങ്ങനത്തെ ഒരു അതിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങള് ആദ്യകാലത്തൊക്കെ നമ്മളെല്ലാവരും തന്നെ നാക്ക് പഠിച്ചിരുന്ന ആൾക്കാരാ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഡെന്റൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അതായത് ഒരു 30 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്, 30-35 വർഷം മുമ്പ്. അപ്പോൾ സായിപ്പ് അപ്പം പറഞ്ഞു നാക്ക് പഠിക്കരുത്, ടേസ്റ്റ് ബഡിനൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് നാക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ നാക്ക് പഠിക്കൽ നിർത്തി, പല്ല് തേപ്പ് മാത്രമാക്കി. അവസാനം ഇത് കുഴകുഴാന്നായി നാവൊക്കെ. നമ്മൾ നാവിൻ്റെ മുകളിലുള്ള ഈ പ്രതലം എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ അട്ടിയായിട്ട് കൂടിയിട്ട് നാവ് കുഴഞ്ഞ ഒരവസ്ഥയ്ക്ക് എത്തി. ഇതെല്ലാം കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ഒരു അതിനിപ്പുറത്തായിട്ട് ഒരു 25 വർഷമൊക്കെ മുമ്പ് പെട്ടെന്ന് സാഹിബ് പറയുന്നു നാക്ക് പഠിക്കണം. അതുവരെ അവരുടെ തിയറി നാക്ക് പഠിക്കരുതെന്നായിരുന്നു. ഇവർ പെട്ടെന്ന് നാക്ക് പഠിക്കണം. നാക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായനാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമെന്നും അത് പ്രധാനമായിട്ട് നാവിൻ്റെ മുകളിലാണ് അത് കോളനൈസ് ചെയ്യുന്നതെന്നും അതിൽ കൂടുതലും അനീറോബിക് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയൽ ആക്ടിവിറ്റി കാരണം സൾഫൈഡ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വായനാറ്റം വരുന്നതെന്നുള്ള ഇത് കണ്ടുപിടുത്തം വന്നു. അപ്പോൾ ബേസിക്കലി ഈ പ്രതലം ഉണ്ടാവുന്നത് നമ്മുടെ സലൈവയുടെ ഒരു ലെയറിന് പുറമെ, അതിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. ഇതിന് പുറമേ നമുക്ക് എക്സ്ഫോളിയേറ്റഡ് സെൽസ്, ഡീസ്കോമേറ്റഡ് സെൽസ് വരും. അതും ഒരു ലെയർ പോലെ ഫോം ചെയ്യും. ഇത് അടിക്കടി മാറ്റുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ 2 നേരം വളരെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നാക്ക് പഠിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ബ്രഷ് ചെയ്യുന്നതിനിടയിൽ ബ്രഷ് ഉപയോഗിച്ച് നാവ് ചരണ്ടിയാൽ ഉപയോഗിച്ച് നാവ് പഠിച്ചത് കൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല. ടങ് ക്ലീനർ തന്നെ വേണം. അതിനിപ്പോൾ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടങ് ക്ലീനേഴ്സ് പലതും ഇപ്പം അവൈലബിൾ ആണ്. പണ്ടൊക്കെ ഈർക്കിലി മുറിച്ച് 2ആയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൽ തന്നെയുള്ള നല്ല ഡിസൈനിലുള്ള പല ടങ് ക്ലീനേഴ്സ് ഉണ്ട്, പല ടൈപ്പ് ടങ് ക്ലീനേഴ്സ് ഉണ്ട്. ആകെ എനിക്ക് പറയാനുള്ളത് അധികം ഫോഴ്സ് ഉപയോഗിച്ച് ടങ് ക്ലീൻ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് 2 നേരം ബ്രഷിങ്ങിനൊപ്പം ടങ് ക്ലീനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതായത് നാവിൻ്റെ മുകളിൽ ഓരോ ലെയേഴ്സായിട്ട് ഒരു പ്രതലങ്ങൾ അല്ലെ, രാവിലെ പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട്. ഒരു വെളുത്ത പ്രതലം പോലെ അതിൽ രൂപപ്പെടും.
അപ്പോൾ പലർക്കും അത് ആശങ്കയാണ്, അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നൊക്കെ വിശ്വസിക്കുന്നവർ ചിലരുണ്ട്. അവർ മൗത്ത് വാഷ് ഉപയോഗിക്കും. അപ്പോൾ പൊതുവെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൽ ഈ നാവിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ വായയുടെ ആരോഗ്യത്തിന് അത് നല്ലതാണോ? അതെല്ലാം എപ്പോഴും എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണോ? അതോ വൺസ് ഇൻ എ വൈൽ ചെയ്താൽ മതിയോ? പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഡോക്ടർ സതീഷ് എന്നോട് ചോദിച്ചത്. ഈ മൗത്ത് വാഷ് ഒരിടക്കാലത്ത് മൗത്ത് വാഷ് എല്ലാവരും ഉപയോഗിച്ച് തകർക്കലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്, നിങ്ങൾ ഡെയിലി ആൻറ്റിബയോട്ടിക് കഴിക്കുമോ ഇൻഫെക്ഷൻ മാറാനായിട്ട് എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. ഇല്ല. ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഞാൻ എന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് വായ. അപ്പോൾ വായയുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ബാക്ടീരിയകളുണ്ട്. നമ്മൾ അതിനെ ഓറൽ മൈക്രോബയോം എന്ന് പറയും. ഈ ഓറൽ മൈക്രോബയോമാണ് നമ്മുടെ ഗട്ട് മൈക്രോബയോമിന്റെ തുടക്കം. ഗട്ടിലേക്ക് മൈക്രോബ്സ് പോകുന്ന മുഴുവൻ വായിൽ നിന്നാണ്. അതെ അതെ. ഇപ്പോൾ ഗട്ട് മൈക്രോബയോമിന്റെ വാല്യൂ ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് ഗട്ട് ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ജനറൽ ഹെൽത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഗട്ട് ഹെൽത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഗട്ട് മൈക്രോബയോമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ദ സെക്കൻഡ് ലാർജസ്റ്റ് മൈക്രോബയോം ഇൻ ദ ബോഡി ഈസ് ഇൻ ദ ഓറൽ ക്യാവിറ്റി. അപ്പോൾ ഓറൽ മൈക്രോബയോം ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അത് പോകണം. നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ആ മൈക്രോബിയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വിൽ ഇൻവൈറ്റ് ഡിസീസസ്. പിന്നെ ഒരു ചെറിയൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് മൗത്ത് വാഷ് അഡ്വൈസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഫെക്ഷൻ പ്രോണായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അൺകൺട്രോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ വേറെ ഇമ്മ്യൂണോ കോംപ്രമൈസിങ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും വായിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ മൗത്ത് വാഷ് കണ്ടിന്യൂസ് ആയിട്ടൊരു പീരീഡിൽ ഉപയോഗിക്കാൻ പറയാറുണ്ട്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. മെഡിക്കേറ്റഡ് മൗത്ത് വാഷ്, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള മെഡിക്കമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള മൗത്ത് വാഷ്, അതല്ലാതെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് വായിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ദാറ്റ്സ് സപ്പോസ് ടു ബി വെരി ഹെൽത്തി. അത് ഓയിൽ, അതായത് നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക, അത് നല്ലതാണ്. അത് നല്ലതായിട്ട് അത് മൗത്ത് വാഷ് ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ മെഡിക്കേറ്റഡ് മൗത്ത് വാഷ് നല്ലതല്ല. ലോങ് റണ്ണിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നല്ലതല്ല. അപ്പോൾ വായയെക്കുറിച്ച് നമ്മൾ വാലന്റൈൻസ് ഡേയിൽ തന്നെ സംസാരിക്കുന്നു. അതിലൊരു വായുണ്ട്, ഓർമ്മ വേണേ. അപ്പോൾ വായയെക്കുറിച്ച് ഒരുപാട് പഠിച്ച ഡോക്ടർ പ്രശാന്ത് പിള്ളൈ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു സംശയം കൂടി, നാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. നാവ് പൊട്ടുന്നതിനെ കുറിച്ച് പലർക്കും ഒരു ധാരണ ഉണ്ട്. ഈ നാവ് പൊട്ടുന്നത് ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോഷകാഹാരങ്ങളുടെ കുറവ് കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും രോഗത്തിന്റെ ബാഹ്യമായ ലക്ഷണമാണ് എന്നൊക്കെ പൊതുവെ കരുതാറുണ്ട്. എന്നിട്ട് പലതരത്തിലുള്ള മരുന്നുകളും ആൾക്കാർ കഴിയുന്നുണ്ട്. നാവ് പൊട്ടുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് പല്ലിന്റെ ആരോഗ്യം ആദ്യം വിലയിരുത്തണം. അതെ, ആണല്ലോ. തീർച്ചയായും. അപ്പൊ അതിന് ഒരു പേഷ്യൻ്റ് എന്ന നിലയ്ക്ക്, ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കടിക്കുമ്പോൾ പല്ലിന്റെ ഒരു കഷ്ണം പോകാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ പല്ലിന്റെ ഒരു ചെറിയ കഷ്ണം പോയി, നാവ് അവിടെ മുട്ടുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഞാൻ പുരട്ടേണ്ടതുണ്ടോ, അതോ ഞാൻ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ആ പല്ല് നേരെയാക്കണോ? നാവിൽ മുറിവ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഒന്ന് ട്രോമാറ്റിക്, അതായത് പല്ലിൻ്റെ അരികെ ഷാർപ്പായിട്ടോ അല്ലെങ്കിൽ പല്ലിൻ്റെ ഒരു ഭാഗം അടർന്നു പോയിട്ട് അതിൻ്റെ എഡ്ജസ് ഷാർപ്പായിട്ടോ ഒക്കെ വരാം. ആ ഷാർപ്നെസ് സ്മൂതൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് ക്രോണിക് ഇറിറ്റേഷനായി മാറിയിട്ട് അത് എപ്പോഴും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്യൂച്ചറിൽ അത് ആദ്യം പ്രീ ക്യാൻസറസ് ലീഷനാവും, പിന്നെ അത് ഓറൽ ക്യാൻസർ ആവും. ഇത് ഭയങ്കര അപകടമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാർപ്പ് ടൂത്ത് മാർജിനോ ഷാർപ്പ് പ്രോസ്തറ്റിക് മാർജിൻ, ഇപ്പം ഞാൻ ധാരാളം ഇംപ്ലാൻസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ഇംപ്ലാന്റ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ വായിൽ എന്തെങ്കിലും കാരണവശാൽ ഷാർപ്നെസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഈ നമ്മൾ വെച്ചിട്ടുള്ള പല്ലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ടീത്തിൻ്റെയോ പരിസരത്തായിട്ട് ഷാർപ്നെസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. നമ്മളത് റൗണ്ട് ചെയ്ത് സ്മൂത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ കാലക്രമേണ അത് ക്യാൻസർ തീർച്ചയായിട്ടും ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിസറബിൾ തിങ്.
ഇറ്റ് ഈസ് എ മിസറബിൾ സിറ്റുവേഷൻ. എന്താ വെച്ചാൽ സംസാരിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഇറക്കാൻ വയ്യ, ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ നാവിൻ്റെ പരിസരത്തൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം സ്പ്രെഡ് ചെയ്യും. അത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് വെച്ചാൽ അത്രയും കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ഷാർപ്പ് മാർജിൻ റൗണ്ട് ഓഫ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ നാവിൽ മുറിവ് വരാൻ, അൾസേഴ്സ് വരാൻ, ഇപ്പോൾ ഓറൽ അൾസേഴ്സ് പല കാരണങ്ങൾ കൊണ്ടും വരാം. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ട് വരാം, ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം, പുകവലി, പിന്നെ ഇതുകൊണ്ടൊക്കെ വരാം. പിന്നെ അലർജിക് റിയാക്ഷൻസ്, ഇപ്പം ഇന്നത്തെ കാലത്ത് പല പല സാധനങ്ങൾ, ഇപ്പം പാനിലും അതിലും ഇതിലും ഒക്കെ ചില ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് വരെ ഉണ്ടായില്ല, അതുകൊണ്ടൊക്കെ വരാം അൾസറേഷൻ. അപ്പോൾ നാവ് പൊട്ടിയത് കാരണം എല്ലാവരും ബി കോംപ്ലക്സ് കഴിക്കണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നാവ് പൊട്ടുന്നത് ഒരു പോഷകാഹാരത്തിന്റെ കുറവ് കാരണമല്ല. ആൻഡ് തുടർച്ചയായിട്ട് നാവ് പൊട്ടുന്നവര്, അല്ലെങ്കിൽ നാവിന് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പരിക്കുകൾ പറ്റുന്നവര്, ഒന്ന് ഓർക്കുക, ഇത് കാലക്രമേണ ക്യാൻസറിലേക്ക് വരെ നയിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെ യഥാസമയം ചികിത്സിക്കേണ്ടതാണ്, അല്ലേ? അപ്പൊ ക്യാൻസറിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ അതിനെക്കുറിച്ച്. ഒന്ന്, നാവിലെ ക്യാൻസർ ആകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ? ഒന്ന് വ്രണം, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ? പലപ്പോഴും നാവിന്റെ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആവും. പഴയ പോലത്തെ ആ ഒരു മൂവ്മെന്റ് നാവിന് കിട്ടണമെന്നില്ല. പിന്നെ ചില സമയത്ത് മരവിപ്പ്, പലപ്പോഴും വേദന ഉണ്ടാവില്ല ആദ്യം. അതാണ് അതിനുള്ള വിചിത്രമായിട്ടുള്ള കാര്യം. പലരുടെയും ധാരണ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേദന ഉണ്ടാവും, പിന്നെ അതിങ്ങനെ വീർത്ത് വരും. അങ്ങനെയൊന്നും വേണമെന്നില്ല. ചിലപ്പോൾ വളരെ ഇന്നസെന്റ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു മുറിവായിരിക്കും, വളരെ ഇന്നസെന്റ് ലുക്കിംഗ് ആയിരിക്കും. നാവിന്റെ ഏത് ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത്? പിൻഭാഗത്തായിട്ട്, നമ്മുടെ മോളാർ ടീത്തിന്റെയും നാവിന്റെയും അരികിലായിട്ടാണ് പലപ്പോഴും വരിക, പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ ടങ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ ബുദ്ധിമുട്ടാണ്, സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ വരാവുന്നത് നമുക്ക് നാവിന്റെ അടിയിൽ വരാം, ബേസ് ഓഫ് ദ ടങ്, അവിടെയൊക്കെ വരാം. പക്ഷെ കൂടുതലും നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് ഈ പോസ്റ്റീരിയർ മോസ്റ്റ്, അതായത് ഏറ്റവും പിൻഭാഗത്ത് മോളാസിനോട് ചേർന്ന്, അവിടെയാണ് നമ്മൾ എപ്പോഴും കൂട്ടിക്കടിക്കാനുള്ള സാധ്യത കൂടുതൽ. നാവ് കൂട്ടിക്കടിക്കാൻ സാധ്യത, ഈ ഷാർപ്പായിട്ടുള്ള മാർജിൻസ് ഒക്കെ വന്ന് കടിക്കുന്നത് പലപ്പോഴും അവിടെയാണ്. അപ്പോൾ അത് സ്വയം ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്താതെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആഹാരം വിഴുങ്ങുമ്പോൾ എന്തെങ്കിലും തടസ്സമായിട്ട് തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് കടന്നിരിക്കും. ഈ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് അത് സംഭവിക്കുക. മരവിപ്പാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. മരവിപ്പല്ല, ഇതൊന്നും വേണമെന്നില്ല. ഇതിൽ വിചിത്രമായിട്ടുള്ള കാര്യം, എനിക്ക് വേദന ഇല്ല ഡോക്ടർ, വെറുതെ ഒരു ചെറിയൊരു മുറിവുണ്ടായിരുന്നു, ആദ്യം വേദന ഉണ്ടായിരുന്നു, പിന്നെ വേദന പോയി എന്ന് പറയും. പക്ഷെ ആ മുറിവ് അപ്പോഴും ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ദാറ്റ് മീൻസ് ദാറ്റ് ഹാസ് ഗോട്ട് ടു ബി അറ്റൻഡഡ് ടു. സംശയമൊന്നും. ദാറ്റ് വാസ് എ വെരി ഇൻസൈറ്റ്ഫുൾ, അല്ലേ? വളരെ അഗാധമായ പാണ്ഡിത്യം ഈ മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ പ്രശാന്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. And thanks for watching and thanks for your valuable time. വളരെ സന്തോഷം ഡോക്ടർ സതീഷ് കണ്ടേ. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയത്, പെട്ടെന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് കരുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. And do support this channel. Thanks for watching. Thank you. Bye. Thank you.